ഇന്ത്യയെ പാകിസ്ഥാൻ ഭയപ്പെട്ടു തുടങ്ങി. ഇതിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാന്റെ ഒരു വിദഗ്ധൻ തന്നെയാണ്. അദ്ദേഹം ഇത് സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും സുരക്ഷിതമല്ല എന്ന്. പാകിസ്ഥാൻ ഇപ്പോൾ തലവേദനയായിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ അഗ്നി 5 ആണ്. അതെ, ഒരു ബങ്കർ ബസ്റ്റർ മിസൈൽ എന്ന രീതിയിൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 7500 കിലോഗ്രാമോളം ഭാരമുള്ള ഇന്ത്യയുടെ അഗ്നി 5നെയാണ് പാകിസ്ഥാൻ വിദഗ്ധൻ ഇപ്പോൾ ഇനിയൊന്നും സുരക്ഷിതമല്ല, ഭയപ്പെടുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആണവ കമാൻഡ് സെന്ററുകൾ പോലുള്ള ഭൂഗർഭ ശത്രു ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആണവ ശേഷിയുള്ള അഗ്നി 5 പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഒരു കൂറ്റൻ പരമ്പരാഗത മിസൈൽ വികസിപ്പിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇറാനിൽ അമേരിക്ക നടത്തിയ ബങ്കർ തകർക്കൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധത്തിനും ആണവ യുദ്ധത്തിനും ഇടയിലുള്ള അതിർത്തി അപകടകരമാം വിധം മങ്ങിക്കുമെന്ന് പാകിസ്ഥാൻ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരമൊരു ആയുധം തെറ്റായ കണക്കുകൂട്ടലുകൾക്ക് കാരണമാകും എന്നും അപ്രതീക്ഷിതമായ വർധനവിന് ഇത് കാരണമാകും എന്നും ദക്ഷിണേഷ്യയെ ആണവ പരിധി കടക്കുന്നതിൽ നിന്ന് തടയുന്ന ദുർബലമായ യുക്തി അനാവരണം ചെയ്യുമെന്നുമാണ് പാകിസ്ഥാൻ വിദഗ്ധർ ഇപ്പോൾ വാദിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ അഗ്നി 5നെ പാകിസ്ഥാൻ ഭയപ്പെട്ടു തുടങ്ങി. ഇന്ത്യയുടെ ഈ അഗ്നി 5 ആഴത്തിലുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 7500 കിലോഗ്രാം ഭാരമുള്ള ഇത് ബങ്കർ ബസ്റ്റർ ശക്തമായ ആണവ കമാൻഡ് സെന്ററുകൾ വരെ എത്താൻ കഴിവുള്ളതാണ്. നമ്മുടെ DRDO ആണ് ഈ മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു നൂതന പതിപ്പാണ് ഇത്. ആണവ മുനയുള്ള അഗ്നി 5ൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് 80 മുതൽ 100 മീറ്റർ വരെ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ കഴിവുള്ള ഒരു വലിയ വാർഹെഡ് വഹിക്കാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഴത്തിൽ കുഴിച്ചിട്ട കമാൻഡ് സെന്ററുകൾ, മിസൈൽ സംഭരണ സൗകര്യങ്ങൾ, മറ്റ് കാഠിന്യമേറിയ സ്ഥലങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുന്ന ഒരു ആയുധമായിട്ടാണ് ഇന്ത്യ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം 2005 കിലോമീറ്റർ മാത്രമായിരിക്കും. കാരണം ഇതൊരു ഭൂഖണ്ഡാന്തര ദൂരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് അത്രയധികം ഭാരമേറിയ വാർഹെഡ് ഉണ്ട്. ഇത് കാരണമാണ് ഇതിന്റെ ദൂരപരിധി ഏകദേശം 2005 കിലോമീറ്റർ. എന്നാൽ ഇതിന്റെ വിനാശകരമായ ശേഷി എന്ന് പറയുന്നത് ദൂരപരിധി വെച്ച് നോക്കുമ്പോൾ വളരെയധികം വലുതാണ്. ഇതിന്റെ 2 വകഭേദങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്ന ഉപരിതല ലക്ഷ്യങ്ങൾ, അതായത് ഭൂമിക്ക് മുകളിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തതായിട്ടുള്ള മറ്റൊന്ന്, അതായത് ബങ്കറുകളും ന്യൂക്ലിയർ സെന്ററുകളും ഒക്കെ നശിപ്പിക്കാൻ തക്ക രീതിയിൽ. ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അമേരിക്കയുടെ GBU-57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റിന് സമാനമായ രീതിയിലാണ്. ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഗ്നി 5 മിസൈലിന് ബങ്കർ തകർക്കാനുള്ള കഴിവുണ്ട് എന്നർത്ഥം. പ്രാദേശിക ഭീഷണികളെ നേരിടാൻ പ്രത്യേകം വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രു ലക്ഷ്യങ്ങളെ മുൻകൂട്ടി നിർവീര്യമാക്കുന്നതിനുള്ള ശക്തമായ ഒരു പരമ്പരാഗത ഓപ്ഷനാണ് ഇത് ഇന്ത്യക്ക് നൽകുന്നത്. ഇതിനെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പരമ്പരാഗത മിസൈലുകൾ ഒന്നായിരിക്കും ഇന്ത്യയുടെ ഈ അഗ്നി 5. ആണവ പരിധി കടക്കാതെ തന്നെ വിനാശകരമായ പേലോഡ് എത്തിക്കാനുള്ള ഇതിന്റെ കഴിവ്. ഉയർന്ന തോതിലുള്ള സംഘർഷം ഉണ്ടായാൽ ഇന്ത്യൻ സൈനിക ആസൂത്രകർക്ക് ഒരു പുതിയ ഓപ്ഷനാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലൊക്കെ ഇതൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞു. അതായത് പാകിസ്ഥാനിലെ ഡോൺ ദിനപത്രത്തിൽ ഒരു ലാഹോർ സർവകലാശാലയിലെ സോഷ്യൽ സയൻസസ് ഫാക്കൽറ്റിയുടെ ഡീൻ റാബിയ അക്തർ എഴുതിയ റിപ്പോർട്ട് ഇത്തരമൊരു ആയുധം പരമ്പരാഗതവും ആണവ തന്ത്രങ്ങളും തമ്മിലുള്ള അപകടകരമായ ഒരു കെണിക്ക് കാരണമാകുമെന്ന് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഈ മിസൈൽ ആണവ കമാൻഡ് പോസ്റ്റുകളായി വർത്തിക്കുന്നെന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഘർഷങ്ങൾക്ക് വരെ ഇത് കാരണമാകും എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റാബിയ അക്തർ ഇതിനെപ്പറ്റി പറയുന്നത് അമേരിക്കയുടെ ഇതേ രീതിയിൽ സമാനമായ ബങ്കർ ബസ്റ്റിംഗ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പരമ്പരാഗത ഫയർ പവറിന്റെ പ്രകടനം ഇന്ത്യയെ തന്ത്രപരമായ രീതിയിൽ ഇന്ത്യയുടെ ചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സമാനമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈലിനായി ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പാകിസ്ഥാനിൽ കൂടുതൽ ഭയാനകമായ ഒരു ചിത്രമാണ് ഇന്ത്യയുടെ അഗ്നി 5നെ കുറിച്ചുള്ളത്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാന് കൈവശമുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് ഒരു പരമ്പരാഗത അഗ്നി മിസൈലിനെ ഒരു ആണവ മിസൈലിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുകയുമില്ല. എന്തായാലും ഇന്ത്യയുടെ അഗ്നി 5 മിസൈലിനെ പറ്റി പാകിസ്ഥാൻ കൂടുതൽ ഭയപ്പെട്ടു തുടങ്ങി. എന്നാൽ ഈ മിസൈലിനെ പറ്റി ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ചില പാശ്ചാത്യ രാജ്യങ്ങൾ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ICBM-കൾ നിർമ്മിക്കുന്നത്? 2012 ഇന്ത്യ ആദ്യമായി അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യമായി പരീക്ഷിക്കുന്നത്. ഇതോടുകൂടി ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് ICBM-കൾ വിന്യസിച്ചിരിക്കുന്ന 7 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി.
2013 മുതൽ 2018 വരെ തുടർന്ന് ഈ മിസൈലിന്റെ പരീക്ഷണങ്ങൾ നടക്കുകയും ചെയ്തു. ഒരു പരിധിവരെ നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്ന് അഭിമാനിക്കാവുന്ന രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ക്ലബിൽ ഇന്ത്യയുടെ സ്ഥാനം ഈ വികസനം ഉറപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രീതിയിൽ ICBMകൾ കൈവശം വെച്ചിരിക്കുന്ന മറ്റ് രാജ്യങ്ങളായിരുന്നു അമേരിക്ക, റഷ്യ, ചൈന, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഉത്തര കൊറിയ എന്നിവ. എന്നാൽ ഈ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയെടുക്കുകയും ICBMകൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. എങ്കിലും ഇതിന് ശക്തമായ ഒരു ന്യായീകരണം നൽകാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം ICBMകൾ കൈവശം വെച്ചിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, അതായത് അമേരിക്ക, റഷ്യ, ചൈന, UK, ഫ്രാൻസ്, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് അവരുടേതായ രീതിയിൽ ന്യായീകരണമുണ്ട്. അമേരിക്കയ്ക്കും UKയ്ക്കും ഫ്രാൻസിനും റഷ്യയുമായി ഒരു ശത്രുതാപരമായ ബന്ധമുണ്ട്. കൂടാതെ ചൈനയെക്കുറിച്ചും ആഴത്തിലുള്ള സംശയങ്ങളുമുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ശീതയുദ്ധത്തിന്റെ തുടക്കത്തിലെ തന്നെ ഈ ന്യായീകരണമുണ്ട്. അതായത് റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ തങ്ങളുടെ എതിരാളികൾക്ക് വേണ്ടി ഒരു പൂർണ്ണമായ യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരു വിശ്വസനീയമായ സാധ്യതയായി ആണ് ഈ ICBMകളെ കണക്കാക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഈ 7 നേഷൻ ക്ലബിൽ ഒരു ICBM വികസിപ്പിക്കുന്നതിന് സുരക്ഷാ യുക്തിയില്ലാത്ത ഒരേ ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. കാരണം ഇന്ത്യയുടെ സാധ്യതയുള്ള ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനുമാണ്. ഇതിൽ ചൈന ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു രാജ്യമാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യക്കും ചൈനയ്ക്കും പരസ്പരം ആക്രമിക്കാൻ ICBMകളുടെ ആവശ്യമേ ഇല്ല. കാരണം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ ഫലപ്രദമായ ആക്രമണങ്ങൾ നടത്താൻ ഇവയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു രാജ്യവുമായി ഇന്ത്യ ശത്രുതാപരമായ ഒരു ബന്ധം പുലർത്തുന്നുമില്ല. ഇവിടെയാണ് ഇപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു വശത്തെ ഇന്ത്യ അവരുടെ ഭൂഖണ്ഡാന്തര മിസൈൽ വികസന പരിപാടി ചൈനീസ് ഭീഷണിക്ക് വിശ്വസനീയമായ ഒരു പ്രതിരോധ നടപടിയായി വർത്തിക്കുന്നു കാണിക്കുകയാണ്. എന്നാൽ ഈ കാഴ്ചപ്പാട് പ്രശ്നകരമാണ് എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഈ വിദഗ്ധർ ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ തുടർച്ചയായ ഇന്റർമീഡിയറ്റ് ഇന്റർകോണ്ടിനെന്റൽ മിസൈൽ പരീക്ഷണങ്ങൾ ചൈനയുമായുള്ള ഒരു ആണവ തുല്യതയ്ക്കുള്ള ഒരു പ്രേരണയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവർ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 2035ഓടെ ചൈന ഏകദേശം 1000-ലധികം ആണവ വാർഹെഡുകൾ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് മറ്റൊരു വലിയ ആശങ്കയാണ് ചൈനയിലുള്ളത്. അതായത് ചൈനയുടെ ഈ 1000-ലധികം ആണവ വാർഹെഡുകളെ പോലും നശിപ്പിക്കാൻ ഇന്ത്യയുടെ ഒറ്റയൊരു മിസൈൽ മതി. അതായത് 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ അഗ്നി 6 ഇത് മുഴുവൻ ഭൂഗോളത്തെയും ഫലപ്രദമായി തന്നെ അതിന്റെ ഇടപെടലിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ അഗ്നി 6നെ പറ്റി പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു ആശങ്കയാണ് ഉള്ളത്. അതായത് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ സഖ്യങ്ങളും സൗഹൃദങ്ങളും ഒന്നും ശാശ്വതമല്ല. ഇന്ന് ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായി കാണുന്നവർക്ക് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യവും യുദ്ധവീര്യവും കണ്ട് അസ്വസ്ഥത തോന്നാനുള്ള സാധ്യതകളുമുണ്ട്. പങ്കാളികൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു യുക്തിസഹമായ ഉറപ്പ് തന്നെയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ ചർച്ചകൾ ഇന്ത്യക്ക് മഹത്തായ ശക്തി പദവി നേടാനുള്ള ശ്രമങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ വൻ ശക്തികൾ സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയില്ല. അതായത് ഭാവിയിൽ പാശ്ചാത്യ സഖ്യ കക്ഷികൾക്കെതിരെ പോലും ഇന്ത്യ തങ്ങളുടെ ആണവ ശക്തിയുള്ള ICBMകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. പാശ്ചാത്യ നയവൃത്തങ്ങൾക്ക് ഇതിൽ ഒരു പാഠമുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യങ്ങളെ അപകടത്തിലാക്കാനുള്ള മാർഗങ്ങൾ ഇന്ത്യക്ക് ഇതിനകം തന്നെയുണ്ട്. ഏതൊരു പാശ്ചാത്യ രാജ്യവും ഇന്ത്യയെ പീഡിപ്പിക്കുന്നത് തുടർന്നാൽ ആ രാജ്യത്തിനെ മാത്രമല്ല പാശ്ചാത്യ സഖ്യകക്ഷികളെ മുഴുവനായി ഇല്ലാതാക്കാനുള്ള നിർണായകമായ ആസ്തികൾ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.